2025 ഫ്രാൻസിസ് പാപ്പ ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. 2024 ഡിസംബർ മാസം പാതിരാ കുർബാനയ്ക്ക് മുമ്പ് വത്തിക്കാൻ സമയം 7 മണിക്ക് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പ്രധാന കവാടത്തിന് സമീപമുള്ള വിശുദ്ധ കവാടം തുറന്നുകൊണ്ടാണ് ജൂബിലി വർഷം പരിശുദ്ധ പിതാവ് ആരംഭിച്ചത്. അതിനു മുമ്പ് ഫ്രാൻസിസ് പാപ്പ പുറത്തിറക്കിയ സ്പെസ് നോൺ കോൺഫൂണ്ടിറ്റ്, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന ബോളയിലൂടെയാണ് ഈ ജൂബിലി വർഷം പാപ്പ പ്രഖ്യാപിച്ചത്. വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്കയിൽ മാത്രമല്ല, മേരി മേജർ ബസിലിക്കയിലും ലാറ്ററൻ ബസിലിക്കയിലും വിശുദ്ധ പൗലോസിൻ്റെ ബസിലിക്കയിലും കവാടങ്ങൾ തുറന്നുകൊണ്ട് പാപ്പ ജൂബിലി വർഷം പ്രഖ്യാപിച്ചു. ഈ ജൂബിലി വർഷത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, മറ്റ് വർഷങ്ങളിൽ വ്യത്യസ്തമായിട്ട് പാപ്പ 2 പ്രാവശ്യം പോയിട്ടുള്ള വത്തിക്കാന് സമീപമുള്ള റബ്ബിബിയ ജയിലിലും പ്രത്യാശയുടെ കവാടം തുറന്നുകൊണ്ട് ജൂബിലി വർഷം പ്രഖ്യാപിച്ചു. ഈ ജൂബിലി വർഷത്തിൽ അതിൻ്റെ സന്ദേശം പ്രത്യാശ എന്നുള്ളതാണ്. ഈ പ്രത്യാശയുടെ സന്ദേശം നൽകുവാനായിട്ട് നമ്മൾ സഭ വളരെ മനോഹരമായൊരു ലോഗോ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ലോഗോയിൽ കാണുന്നത് 4 മനുഷ്യരാണ്, തോളോട് തോൾ ചേർന്ന് മുന്നോട്ട് പോകുന്ന 4 മനുഷ്യർ. ഈ 4 മനുഷ്യർക്കും 4 നിറങ്ങളാണ് കൊടുത്തിരിക്കുന്നത്: ചുവപ്പ്, മഞ്ഞ, പച്ച, നീല. ഈ 4 മനുഷ്യർ ലോകത്തിൻ്റെ 4 കോണുകളിൽ നിന്ന് വരുന്നവരാണ്. വ്യത്യസ്ത വർഗങ്ങളിലും വർണ്ണങ്ങളിലുമുള്ളവരാണ്. അവർ തോളോട് തോൾ ചേർന്നാണ് മുന്നോട്ട് നീങ്ങുന്നത്. നമ്മളാരും ജീവിതത്തിൽ ഒറ്റയ്ക്കല്ല. നമ്മളെല്ലാവരും ഒരു കൂട്ടായ്മയായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതാണ് സൂചിപ്പിക്കുന്നത്. അതിലേറ്റവും മുന്നിൽ നിൽക്കുന്ന വ്യക്തി കർത്താവായ ഈശോയുടെ കുരിശിനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. പ്രത്യാശ എന്ന് പറയുന്നത്, പ്രത്യാശ നമുക്ക് ലഭിക്കുന്നത് കർത്താവിൻ്റെ കുരിശിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് എന്ന സന്ദേശമാണ് നൽകുന്നത്. ഈ 4 മനുഷ്യരുടെയും ചിത്രങ്ങളുടെ അടിയിൽ ഒരു തിരമാലയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ജീവിതങ്ങൾ എപ്പോഴും നിശ്ചലമായ ജലാശയം പോലെയല്ല, ഇളകിമറിയുന്ന കടൽ പോലെ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നവരാണ് എന്ന് സൂചിപ്പിക്കുന്നു. എന്നാൽ നമുക്ക് ആശ്വാസം നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്, കർത്താവിൻ്റെ കുരിശ് ഒരു നങ്കൂരമായിട്ട് തിരമാലയ്ക്ക് കടലിനടിയിൽ ഉറച്ചു നിൽക്കുന്ന ചിത്രമാണ് കാണുന്നത്. നങ്കൂരം ഉറപ്പിൻ്റെ അടയാളമാണ്. കർത്താവിൻ്റെ കുരിശിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ജീവിതത്തിൽ കെട്ടുറപ്പുണ്ട്. അവരുടെ ജീവിതം ഒരിക്കലും ഇളകിമറിയുന്ന തിരമാല പോലെ ജീവിതം ഇളകിമറിഞ്ഞാലും അത് തകർന്നു പോകാനോ തളർന്നു പോകാനോ ഇടയില്ല. അതുപോലെ ഈ കുരിശിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ കുരിശ് ഈ ജനങ്ങളുടെയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന കുരിശാണ്. കർത്താവിൻ്റെ കുരിശ് മനുഷ്യരാശിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്നു. അതായത് കുരിശ് നമുക്ക് സംരക്ഷണമാണ്, കുരിശ് നമുക്ക് ശക്തിയാണ്, കുരിശ് നമുക്ക് തണലാണ്. അതിൻ്റെ അടിഭാഗത്തായിട്ട് എഴുതിയിരിക്കുന്നത് പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ തീർത്ഥാടകർ. അപ്പോൾ പാപ്പ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ 2025 എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പ്രത്യാശയുടെ തീർത്ഥാടകരാണ് എന്നുള്ളതാണ്. പിന്നീട് ചില കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ഈ ജൂബിലി വർഷം തീർത്ഥാടനത്തിൻ്റെ വർഷമാണ്. ഇന്ന് കൊല്ലം രൂപതയിൽ 29-ാം തീയതി കത്തീഡ്രൽ ദേവാലയത്തിൽ അഭിവന്യ പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവ് ജൂബിലി വർഷം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് തന്നെയാണ് ലോകത്തിലുള്ള എല്ലാ കത്തീഡ്രലുകളിലും ജൂബിലി വർഷം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. കത്തീഡ്രൽ ദേവാലയങ്ങൾ ഈ പ്രത്യാശയുടെ തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ രൂപതകളുടെ പ്രധാനപ്പെട്ട പല ദേവാലയങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുക എന്നുള്ളത് നമ്മുടെ ജൂബിലി വർഷത്തിലെ ഒരു പ്രധാന കർമ്മമായിരിക്കണം. രണ്ടാമത്തേത്, ജൂബിലി വർഷം പ്രാർത്ഥനയുടെ വർഷമാണ്. കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനും പ്രാർത്ഥനയിൽ വളരാനും പ്രാർത്ഥന നമ്മുടെ അനുഭവമാക്കി തീർക്കാനും ഈ വർഷം സഭ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. മൂന്നാമത്തേത്, ജൂബിലി വർഷം അനുരഞ്ജനത്തിൻ്റെ വർഷമാണ്. ജൂബിലി അനുരഞ്ജനത്തിൻ്റെ, വിട്ടുകൊടുക്കലിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ വർഷമാണ്. പ്രത്യേകിച്ച് കുമ്പസാരം എന്ന അനുരഞ്ജന കൂദാശ സ്വീകരിച്ച് ദൈവവുമായിട്ടും മനുഷ്യരുമായിട്ടും അനുരഞ്ജനപ്പെടാനുള്ള അവസരമാണ് ജൂബിലി വർഷം. അവസാനമായിട്ട് പാപ്പ പറയുന്നത് ഇത് ദണ്ഡവിമോചനത്തിൻ്റെ വർഷമാണ്. ദണ്ഡവിമോചനം എന്ന് പറയുന്നത്
നമ്മൾ പാപങ്ങൾ ചെയ്യുമ്പോൾ കുമ്പസാരത്തിൽ ക്ഷമിക്കപ്പെടുന്നു. പക്ഷെ വീണ്ടും വീണ്ടും പാപങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ പാപക്കറകൾ മനുഷ്യനിൽ അവശേഷിക്കാൻ സാധ്യതയുണ്ട്. മരണത്തിന് ശേഷമാണ് അവ ശുദ്ധീകരിക്കപ്പെടുന്നത്. എന്നാൽ സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രത്യേക അധികാരത്താൽ പാപ്പ നിർദ്ദേശിക്കുന്ന പ്രത്യേക കർമ്മങ്ങൾ നിർവഹിക്കുന്നത് വഴിയാണ് ഈ ലോകത്തിൽ വെച്ച് തന്നെ നമ്മുടെ പാപക്കറകളും കഴുകിക്കളയപ്പെടുന്നത്. അതിനുവേണ്ടി പ്രത്യേകം ചെയ്യേണ്ടത് തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കുക, നല്ല കുമ്പസാരം നടത്തുക, പാപത്തിൽ നിന്ന് വിട്ടുനിൽക്കുക, പരിശുദ്ധ പിതാവിൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെയാണ് ദണ്ഡവിമോചനം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നത്. പാപ്പ പറയുന്നത് പോലെ ഈ വർഷം നമുക്ക് പ്രത്യാശ, മറ്റുള്ളവർക്ക് സന്തോഷവും സ്നേഹവും മറ്റുള്ളവരൊക്കെ പ്രധാനപ്പെട്ട വ്യക്തികളാണെന്ന് പറയുന്ന വർഷമായിരിക്കട്ടെ. അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് പ്രത്യാശ, സാധാരണ മനുഷ്യർ, മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടുന്നവർ, അവരിൽ നിന്നൊക്കെ പ്രത്യാശ സ്വീകരിക്കുന്ന അവസരം കൂടിയായിരിക്കട്ടെ ഈ പ്രത്യാശയുടെ വർഷം. എല്ലാവർക്കും ഒരു നല്ല ജൂബിലി വർഷം ആശംസിക്കുന്നു.